തിരുനാവാമൂന്നിൻ്റെ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മി 2 കൈ കൊണ്ടും അനുഗ്രഹിച്ചിരുന്ന രൂപത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സത്യത്തിൽ ഇത് ഹൈദരാലി കൈ വെട്ടി മുറിച്ചതാണ്. നാവാമൂന്നിന് വെട്ടി, പക്ഷെ അത് എന്ത് വിഗ്രഹമാണെന്ന് മനസ്സിലായില്ല. ലോഹം വിൽക്കാൻ പറ്റില്ല എന്ന് കണ്ട് ഉപേക്ഷിച്ചു. പക്ഷെ നമ്മുടെ ഒരു കഥ കൊണ്ട് കബളിപ്പിച്ച് ശങ്കരാചാര്യരുടെ തലയ്ക്ക് കിരീടം വെച്ചു കൊടുത്ത് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് നടക്കാൻ ഹിന്ദുക്കൾക്ക് റെഡിയാണ്. കാരണം കഥ കിട്ടിയ സന്തോഷമാണ്. സാളഗ്രാമം അപ്രത്യക്ഷമായി എന്ന് പറയുന്നൊരു ദ്വാരം അവിടെ ഉണ്ടായിരുന്നു ശ്രീകോവിലിൻ്റെ പുറകിൽ. ഗണപതിയുടെ തൊട്ടുപുറത്ത് ഒരു ഇളകിയ കല്ലുണ്ടായിരുന്നു. പാതാളത്തിലേക്കുള്ള വഴിയായിരുന്നു എന്നും നവയോഗികൾ എന്നും വന്ന് സന്ദർശനം നടത്തി പോയിരുന്നു എന്നാണ് പറയുന്നത്. ആ കല്ല് ഇളക്കി മാറ്റിയിട്ട് ഉറപ്പിച്ചു. അട്ടിമറിക്ക് പുതിയ പേര് ക്ഷേത്ര പുനരുദ്ധാരണം എന്നാണ്. കാരണം ഇത്തരം അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കരുതെന്ന് തീരുമാനിച്ച നിഗൂഢ ശക്തികൾ, നല്ല ഫണ്ടുള്ളവർ പുറകിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സംരക്ഷിക്കാൻ ഹിന്ദു സമൂഹം ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഫോറിൻ മാർക്കറ്റിൽ ഇത്തരം അപൂർവമായ വസ്തുക്കൾക്ക് പൊന്നും വിലയാണ്. ഓരോ സനാതനയും ഓരോ ക്ഷേത്രവിശ്വാസിയും കണ്ണു തുറന്ന് പഞ്ചേന്ദ്രിയങ്ങളും തുറന്ന് ജാഗരൂകമായി ഇരുന്നില്ലെങ്കിൽ ഹിന്ദു നാമധാരികളായ ആൾക്കാർ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് മുഴുവൻ ഇനിയും അട്ടിമറിക്കും. മാമാങ്കങ്ങളെ കുറിച്ചിട്ട് അതിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തപ്പെട്ടിട്ടുണ്ട്. സപ്തർഷികളും നവയോഗികളും തപസ് ചെയ്ത സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ മുനിയറകൾ ഉണ്ടാവും. ആ മുനിയറയാണ് ഇവർ മരുന്നറയാക്കി മാറ്റിയിരുന്നത്. ആ മരുന്നറയിൽ എഴുതി വെച്ചിരിക്കുന്ന 2-3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓപ്ഷനാണ് മാമാങ്കത്തിന് വേണ്ട വെടിമരുന്ന് സൂക്ഷിച്ച അറയുമാകാം. വെടിവെച്ച് കൊല്ലാവുന്ന ഒരു സാധനമായിരുന്നു മാമാങ്കമെങ്കിൽ എന്തിനത്രയും പേര് വെട്ടിച്ചത്തത്? പഴുക്കാമണ്ഡപം. നവമൂന്നിന് മുമ്പേ പഴുക്കാണ്ടതാണ്. പെരുന്തച്ഛനാണ് അത് പണിത് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ ബോർഡ് അവിടെ ഇല്ല. കാരണം പെരുന്തച്ഛനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടോ അതിന് മുഴുവൻ ഡ്രില്ല് ചെയ്ത് പെര വെച്ച് എല്ലാം നശിപ്പിച്ചു. കോണിയൊക്കെ ഡ്രില്ല് ചെയ്ത് കൊടുക്കാൻ എല്ലാ ഭംഗിയും കളഞ്ഞു. അമ്പലപ്പറമ്പുണ്ട്, അമ്പലമില്ല. അമ്പലപ്പറമ്പുണ്ട്, ഒരു ആലുമുണ്ട്. അപ്പോൾ അമ്പലം അവിടെ പോയി. ഓരോ സ്ഥലത്തിൻ്റെ പേരിൻ്റെ പുറകിലും ചരിത്രം അന്വേഷിച്ച് പോയാൽ തകർക്കപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പുറത്തു വരും. മാമാങ്കത്തിൽ വരുന്ന പടയാളികൾക്ക് കുളിക്കാൻ വേണ്ടി രാജാവ് പണിത് കൊടുത്ത സ്ഥലമാണ് വീരരാജൻ ചിറ. അത് ഇന്ന് അറിയപ്പെടുന്നത് ബീരാഞ്ചിറ എന്നാണ്. അപ്പോൾ അങ്ങനെ ഓരോ പേരുകളും അട്ടിമറിച്ചിട്ടുണ്ട്, ഓരോ സ്മാരകങ്ങളും അട്ടിമറിച്ചിട്ടുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് തന്നെ ആരെങ്കിലും കാശ് കൊടുത്ത് എഴുതുന്ന ചരിത്രകാരന്മാർ അവിടെ ഉള്ളത്. നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് നദികളുണ്ട്. ഗംഗയാണെങ്കിലും സരസ്വതി ആണെങ്കിലും അങ്ങനെ ഒരുപാട് നദികളുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ഭാരതപ്പുഴ എന്നുള്ള പേര് വന്നിട്ടുണ്ടാകുക? ഈ ഒരു പുഴയ്ക്ക് ഒരുപാട് പുഴകളുള്ള നാടാണ് ഭാരതത്തിൽ. ഭാരതപ്പുഴ എന്നുള്ള പേരിൽ ഈ ഒരു നദി മാത്രമേ ഉള്ളൂ. അതും മങ്കര എത്തുന്നവരെ ഭാരതപ്പുഴയല്ല, അമരാവതി നദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ചിറ്റൂർ പുഴയാണ്, അവിടെ ശോകനാശിനി എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിലൂടെ കടന്നു വരുന്നു. പക്ഷേ മങ്കര കഴിഞ്ഞാലാണ് ഇത് ഭാരതപ്പുഴ. ചമ്രവട്ടം കഴിഞ്ഞാൽ വീണ്ടും പൊന്നാനിപ്പുഴയാണ്. അപ്പോൾ ഏതാണ്ട് ഭാരതപ്പുഴ ചമ്രവട്ടം മുതൽ മങ്കര വരെയുള്ളൂ. 2 കാരണങ്ങളാണ്. ഒന്ന്, മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് പാണ്ഡവർ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആയൂർമഠ ശ്രീകൃഷ്ണ ക്ഷേത്രം, അവർ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള തിരുമറ്റക്കോട് ക്ഷേത്രം, അവർ തന്നെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള പാമ്പാടിയിലെ മറ്റേ മഹാദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അത് പിന്നെ പാഞ്ചാലി ജപം ഇരുന്നു എന്ന് പറയുന്ന ഞാങ്ങാട്ടിരിയിലെ ക്ഷേത്രം, പിന്നെ അവർ ബലിയിടാൻ വന്നു എന്ന് പറയുന്ന ഇവിടെ ഒരു ഗുഹാക്ഷേത്രം. ഇതെല്ലാം ഈ പറയുന്ന മങ്കരയ്ക്കും ചമ്രവട്ടത്തിന് ഇടയിലാണ്. അപ്പോൾ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടന്നതിനെ തുടർന്ന് ഇതിന് ഭാരതഖണ്ഡം എന്നൊരു പേര് വന്നതായി പറയുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ യാഗം നടന്ന സമയത്ത് ഗംഗയുടെ സാന്നിധ്യത്തിൽ ഭാരതത്തിലെ എല്ലാ നദികളെയും ഇവിടേക്ക് കൊണ്ടുവന്നതായിട്ട് പറയുന്നത്, അവരെ നയിച്ചു കൊണ്ടുവന്ന് പറയുന്നു. അപ്പോൾ ഭാരതത്തിലെ എല്ലാ പുഴകളും ഭാരതഖണ്ഡത്തിലൂടെ ഒഴുകുമ്പോൾ പിന്നെ അതിന് ഭാരതപ്പുഴ തന്നെയല്ലേ പേര് വരുന്നത്. ഇനി നമ്മൾ തിരുനാവായയെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാം, നാവാമുകുന്ദൻ്റെ മണ്ണാണ്. ഒരു വിഷ്ണുവിൻ്റെ ഒരു ദിവ്യദേശം എന്ന് തന്നെ നമുക്ക് തിരുനാവായയെ വിളിക്കാൻ സാധിക്കും. എന്താണ് തിരുനാവായയും നാവാമുകുന്ദനും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ വിഷ്ണുവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? വിഷ്ണുവിന് 108 ദിവ്യദേശങ്ങളാണ്. അതിൽ 11 എണ്ണമാണ് കേരളത്തിലുള്ളത്. അതിലേറ്റവും പുരാതനവും ഏറ്റവും ശ്രേഷ്ഠവുമായി പറയപ്പെടുന്നത് തിരുനാവ മുകുന്ദനാണ്. എല്ലാം ചേർത്തിട്ടാണ്. തിരുവനന്തപുരം, അങ്ങനെ കുറേ പേരുകളുണ്ട്, തിരുപ്പറങ്ങോട്, അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നാവ എന്ന വാക്കിന് ശരിക്കും പറഞ്ഞാൽ നവമുകുന്ദൻ എന്നുള്ള അർത്ഥമല്ല. നാവ എന്ന വാക്കിന് നൗക എന്നാണ്. അത് വെച്ചാൽ തോണി അഥവാ വഞ്ചി. അതായത് നൗകയിൽ നമ്മളെ കയറ്റി മുക്തി വാങ്ങിത്തരുന്നവനാണ് മുകുന്ദൻ. മുകുന്ദൻ എന്നതിൻ്റെ അർത്ഥം മുക്തി നൽകുന്നവനാണ്. അപ്പം നൗകയിലേറ്റി മുക്തി നൽകുന്നവ മുകുന്ദനാണ് ഇവിടെ ഇരിക്കുന്നത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാതെ വിഷ്ണുവാണ് എന്ന് വിചാരിച്ച് പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് 8 സാളഗ്രാമങ്ങളും താഴെ പോയത്. ഇത് മുകുന്ദനാണെന്ന് തീരുമാനിച്ചപ്പോഴേ അവിടെ നിന്നിട്ടുള്ളൂ. ഭാവം തീരുമാനിച്ചപ്പെട്ടത് അവിടെയാണ്. അപ്പം മുകുന്ദൻ എങ്ങനെ മുക്തി നൽകുന്നുള്ളതിൻ്റെ വാക്കാണ് നാവ, നൗകയിലാണ്. ഇനി ഇത് നവ ആണ് എന്ന് പറയുന്നത് തർക്കിക്കുന്നവരോട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം. 7 ആദിവാസി ഊരുകളുണ്ട്. 7 ആദിവാസി ഊരുകളും ഓരോ വ്യത്യസ്ത പുഴകളുടെ തീരത്താണ്. ഈ 7 ആദിവാസി ഊരുകൾക്കും വ്യത്യസ്ത വേഷമാണ്, വ്യത്യസ്ത ആചാരമാണ്, വ്യത്യസ്ത ദേവതകളാണ്. ഇവർ പരസ്പരം കല്യാണം വരെ കഴിക്കില്ല. അവരുടെ മുന്നിലൂടെ വരുന്ന 7 പുഴകളും ഇതിലേക്കാണ് ചേരുന്നത്. അപ്പോൾ സപ്തനദികളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് കൃത്യമാണ് അവിടെ. ഇത് വരുന്നത് തോണിയാറ് എന്ന് പറയുന്ന ഒരു പുഴയായി മാറിയിട്ടാണ് വരുന്നത്. അവിടെയും ബലിയിടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടത്തെയും വാക്ക് നോക്കിക്കോളൂ, തോണി എന്നാണ്. ഇവിടെ നൗകയാണ്, അവിടെ തോണിയാണ്.
അപ്പം നാവാമുകുന്ദൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ഈ ഭാവം ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചാൽ കടത്തി തരുന്നവനാണ്, അതിനുള്ള വഴി പറഞ്ഞു തരുന്നവരാണ്. അത് കൃത്യമായിട്ട് മാർക്കണ്ഡേയ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ വയസ്സിൽ പ്രാണൻ പോകുമായിരുന്ന മാർക്കണ്ഡേയനെ എത്രയും പെട്ടെന്ന് പടിഞ്ഞാറ വാതിൽ ഞാൻ ഉണ്ടാക്കിത്തരാം, ഇറങ്ങി ഓടിക്കോ, തൃപ്രം കൊണ്ട് ശരണം പ്രാപിച്ചോ എന്ന് പറഞ്ഞു. കാലൻ്റെ മനസ്സിലേക്ക് കയറെറിയാൻ പ്രേരിപ്പിച്ചു. ആ കയറ് ശിവലിംഗത്തിനെയും മാർക്കണ്ഡേയനെയും ചുറ്റി വീണു. അത് മുഴുവൻ കളിച്ചത് നാവാമുകുന്ദനാണ്. സംഗതി ശാപവും കൊല്ലലും ഒക്കെ നടന്ന് അവിടെയാണെങ്കിൽ പോലും അങ്ങനെ മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയായി മാറുന്നതാണ്. അതായത് ഏത് രീതിയിലും മുക്തി നൽകുന്നവരാണ് നാവാമുകുന്ദൻ. മുക്തിക്ക് പരശുരാമൻ സൃഷ്ടിച്ച ഭൂമിയാണ്, മുക്തി നൽകുന്ന തോണിയാറ് ഭാരതപ്പുഴയായി മാറിയ സ്ഥലമാണ്. ഇതിലും ഇനി എന്ത് പ്രാധാന്യമാണ് ഇതിന് വേണ്ടത്? ഇതുകൊണ്ട് തന്നെയായിരിക്കുമല്ലേ ഇവിടെ ഇത്രയും നമുക്കറിയാം ദിവസവും ബലി നടക്കുന്ന. ഇവിടെ ആരും പരസ്യം ചെയ്തിട്ട് വിളിക്കുന്നതല്ലോ. അതായത് ശുദ്ധമായ ബലികർമ്മങ്ങൾക്ക് വരൂ, ഏറ്റവും നന്നായി ബലികർമ്മങ്ങൾ നടത്തി തരാമെന്ന് ആരും വിളിച്ചിട്ടല്ലല്ലോ. ഇതെല്ലാം അനുഭവത്തിലൂടെ വരുന്നതല്ലേ. സനാതന സംസ്കാരത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇത് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ അറിവുകളും ജ്ഞാനവും തനിയെ അവരിലേക്ക് എത്തിപ്പെട്ട് അവർ കൃത്യമായി അവിടേക്ക് എത്തിക്കും. ഈ കുംഭമേളയിലും ഇതാരും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തല്ല ആരും വന്നിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പരസ്യമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നാവാമുകുന്ദൻ ചെയ്ത പരസ്യം തന്നെയുള്ളൂ. അല്ലാണ്ട് നമ്മളതിന് പരസ്യം ചെയ്തിട്ടില്ല. ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. തിരുനാവായിയെ നമുക്ക് വെറും ഒരു ദേശമായി മാത്രം കാണാൻ സാധിക്കില്ല. കാരണം ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇടമാണ്. അല്ലെങ്കിൽ തിരുനാവായുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാൻ സാധിക്കും? തിരുനാവായ ഒന്ന് മാർക്കണ്ഡേയ പുരാണവുമായി നേരിട്ട് ബന്ധമുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ക്ഷേത്രങ്ങളിലെയും പ്രാധാന്യം പറഞ്ഞിട്ട് തന്നെയാണ് ഹൈദരാലി എല്ലാം വെട്ടിയിട്ടുള്ള വിഗ്രഹങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ നാവാമുകുന്ദൻ്റെ വിഗ്രഹത്തിൽ തന്നെ വെട്ടുകൊണ്ട പാടുണ്ട്. അപ്പുറത്ത് ലക്ഷ്മി ദേവിക്ക് ഒറ്റയ്ക്ക് വിഗ്രഹമുള്ള ഒരു പക്ഷേ കേരളത്തിലെ ഏക ക്ഷേത്രമായിരിക്കും ഇത്. ബ്രഹ്മാവിന് ഒറ്റയ്ക്ക് പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ 2 ക്ഷേത്രങ്ങളൊന്ന് നമ്മുടെ നാട്ടിലാണ്. ഇങ്ങനെ ഒരുപാട് അപൂർവതകളുണ്ട്. കുബേരന് ക്ഷേത്രമുണ്ട്, സുദർശന ചക്രത്തിന് ക്ഷേത്രമുണ്ട്, ഗരുഡന് ക്ഷേത്രമുണ്ട്, കാർത്തിവീരാർജൻ്റെ പ്രതിഷ്ഠയുണ്ട്, പരശുരാമൻ്റെ പ്രതിഷ്ഠയുണ്ട്, കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ പ്രതിഷ്ഠയില്ലാത്ത ഒന്നുമില്ല. കാരണം സർവ്വദേവ സംഗമം നടന്ന ഭൂമിയാണ് യാഗത്തിനായിട്ട്. അപ്പോൾ അവർ അന്ന് എവിടെയാണോ ഇരുന്നത് അവിടെയൊക്കെ ക്ഷേത്രങ്ങൾ വരും. അപ്പോൾ ഈ ദേശം മുഴുവൻ അത്രയും കേമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് തലസ്ഥാനമായിട്ടായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരുന്നതും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇനി ക്ഷേത്രങ്ങൾ അത്ഭുതം പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിനും ചുരുങ്ങിയത് അരമണിക്കൂർ അത്ഭുതങ്ങൾ പറയാറുണ്ട്. കാരണം പെരുന്തച്ചൻ വിളയാടി പോയ സ്ഥലമാണിത്. പെരുന്തച്ചൻ നിർമ്മിച്ച പഴുക്കാ മണ്ഡപം കാറ്റടിച്ചാൽ കെടാതിരിക്കാൻ വേണ്ടിയിട്ട് എടക്കളത്തൂർ അദ്ദേഹം നടത്തിയിട്ടുള്ള കുത്തുകല്ല്, തൊട്ടപ്പുറത്ത് പന്നിയൂരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉളി, അത് ഈ ക്ഷേത്രത്തിലും അദ്ദേഹത്തിൻ്റെ ഉള്ളി ഇരിക്കുന്നുണ്ട്. തിരുനാവായ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് നിർമ്മാണങ്ങൾ നടന്നുള്ള സ്ഥലമാണ്. പറഞ്ഞാൽ തീരില്ല, ഓരോ ക്ഷേത്രത്തിനെ കുറിച്ചും പറഞ്ഞാൽ തീരില്ല. അതിപ്പോൾ വൈരങ്കോട് ആയിക്കോട്ടെ, ചന്ദനകാവ് ആയിക്കോട്ടെ, തൃപ്രങ്കോട് ആയിക്കോട്ടെ, തൃക്കണ്ടി എന്ന് പറഞ്ഞാൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഇഷ്ടദേവനായിരുന്നു. അദ്ദേഹം ഉപാസിച്ചിരുന്നത് ഹനുമാനായിരുന്നു. എഴുത്തിൽ എന്തൊരു മൗഢ്യം വന്നു എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം ഹനുമാനെ ഉപാസിച്ചപ്പോഴാണ് സുന്ദരകാന്ഡം എഴുതുന്നത്. ഏറ്റവും കേമമായ സുന്ദരകാന്ഡമാണ്. അപ്പോൾ ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ടിപ്പു സുൽത്താൻ്റെ പടയാളികളെ ഹനുമാൻ്റെ ഒരു ഹുങ്കാരത്തിൽ അദ്ദേഹം ഓടിച്ചതാണ്. അപ്പോൾ ഓരോ കഥകളിലേക്കും പോയാൽ ഓരോ ക്ഷേത്രത്തിലും അത്ഭുതങ്ങൾ മാത്രമാണുള്ളത്. ഈ ഹനുമാന്റെ തറ പൊളിച്ച കാര്യം എന്നുകൊണ്ടൊരു അധ്യായമുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് ഹനുമാൻ ടിപ്പു സുൽത്താൻ്റെ പട്ടാണികൾ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ സൈന്യമെല്ലാം പട്ടാണിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തമ്പടിച്ചു. അപ്പോൾ രാവിലെ ക്ഷേത്രം തകർക്കാൻ വേണ്ടി, മതിലെല്ലാം തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ അടിച്ചു തെളിച്ചിരുന്ന സ്ത്രീ ചൂലുകൊണ്ട് ഹനുമാൻ്റെ തറയിൽ അടിച്ചിട്ട് പറഞ്ഞു, പട്ടാണി ഇവിടെ എത്തി, കാഹളവും കേൾക്കണു, എന്നിട്ടും കുരങ്ങൻ പടങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞു. അപ്പം മൂപ്പരൊരു ഹുങ്കാര ശബ്ദം മുഴക്കിക്കൊണ്ട് ചാടി ചെന്നിരുന്ന തറയാണ് ഹനുമാൻ തറ. അവിടെ സ്വാഭാവികമായിട്ടൊരു തറ, ഇദ്ദേഹത്തിന് ഇറങ്ങാൻ വേണ്ടി തറ അവിടെ സ്വയം ഉണ്ടായി വന്നു എന്നാണ്. ആ തറയിൽ ഹനുമാൻ ഇരുന്ന് അലറിയതിനെ തുടർന്ന് ഈ പട്ടാണികൾ മുഴുവൻ പേടിച്ച് ഓടി. പിന്നെ ആ ക്ഷേത്രത്തിന് നേരെ വന്നില്ല എന്നാണ്. പക്ഷേ ഇന്ന് ആ പട്ടാണിത്തറയും പൊളിച്ചു കളഞ്ഞു, ഹനുമാൻ തറയും പൊളിച്ചു കളഞ്ഞു. ഇത് 2 സ്വകാര്യ വ്യക്തികളുടെ വളപ്പിനുള്ളിലാണ്. കുറച്ചു കാലം മുമ്പ് വരെ അവിടെ നിന്നും ഉത്സവത്തിന് ദീപം കൊളുത്തി വരുമായിരുന്നു. നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു അടയാളങ്ങളില്ല. ഭഗവതി കല്ലിന് എന്താ സംഭവിച്ചേ? വൈരങ്കോട് ക്ഷേത്രത്തിൽ അവിടെ എന്തായാലും പറയുക, തീയൊക്കെ കത്തിച്ചിട്ടുള്ളൊരു ഉത്സവമുണ്ട്. വലിയ കേമമായിട്ടുള്ള ഉത്സവമാണ്. അത് അതിൻ്റെ പ്ലാവ് മുറിക്കുന്ന തൊട്ട് കേമമായ ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവം കാണാൻ വേണ്ടി വന്നിരുന്നത് കൊടുങ്ങല്ലൂർ അമ്മയും വൈരങ്കോട് ഭഗവതിൻ്റെ ഒരു കല്ലിൽ ഇരുന്നിരുന്നു. ഭഗവതി കല്ല് എന്നറിയപ്പെടുന്നൊരു കല്ല്. അവിടെ എൻ്റെ കഥയുണ്ട്. പിന്നീട് കൊടുങ്ങല്ലൂർ അമ്മ ഭഗവതിയായിട്ട് തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. പക്ഷേ ഇപ്പോഴും ഭഗവതി കല്ല് അവിടെ ഉണ്ട്. ഭഗവതി അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ജ്യോതിഷപ്രകാരം കണ്ടെത്തേണ്ടതാണ് പ്രഭാവമുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൻ്റെയാണ്. അതല്ല അത് പ്രാചീനമായ എന്താ പറയുക മുനിയറകളുടെയൊക്കെ കാലത്തുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ടതാണ്. ഇത് രണ്ടുമല്ല. ഇപ്പോൾ ഭഗവതിക്കലിരിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൻ്റെ ഉള്ളിലാണ്. ഒട്ടും സംരക്ഷിക്കപ്പെടാതെ അധികം കാലം കഴിയാണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും തകർത്ത് കളയും. കാരണം ഇത്തരം അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കരുതെന്ന് തീരുമാനിച്ച നിഗൂഢ ശക്തികൾ, നല്ല ഫണ്ടുള്ളവർ പുറകിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സംരക്ഷിക്കാൻ ഹിന്ദു സമൂഹം ഇറങ്ങിത്തിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും.
ഇനി നമ്മൾ മഹാമാഘ മഹോത്സവത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി ആളുകളെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആകർഷിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നിള ആരതി ആയിരിക്കാം. എന്താണ് ശരിക്കും നിള ആരതി? നമുക്ക് ഇപ്പോൾ ഗംഗാ ആരതിയൊക്കെ കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ വലിയൊരു ധന്യത നമുക്ക് മനസ്സിലുണ്ടാകാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഐതിഹ്യം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് നിള ആരതി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട അനുഭൂതി? നമ്മളിപ്പോൾ സ്വന്തം അമ്മയെ സ്നേഹത്തോടുകൂടി കെട്ടിപ്പുണരുക, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇതേ സംഭവം തന്നെയാണ് നിള ആരതിയിൽ സംഭവിക്കുന്നത്. കാരണം ഈ അമ്മ നൽകിയ ഉറവുകളും ഈ അമ്മ നൽകിയ ഊർജ്ജവുമാണ് ഈ പറയുന്ന എല്ലാവരും. ഇപ്പോൾ ഒരാൾ കേമനാവുന്നതും എല്ലാം തന്നെ ഈ അമ്മ നൽകിയുള്ള ഊർജ്ജം കൊണ്ടാണ്. അപ്പോൾ ഗംഗയെ നമ്മൾ ഗംഗാമാതാവായി സങ്കല്പിക്കുക. കാരണം വെച്ചാൽ ഗംഗ ഒരിക്കലും പവിത്രമല്ലാത്ത അവസ്ഥയിലേക്ക് മാറില്ല. അതിന് സയൻസ് പറയുകയാണെങ്കിൽ ബാക്ടീരിയ ഓഫ് ഏജ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഗംഗയിലുണ്ട്. അതായത് ബാക്ടീരിയകളെ തുറന്നകത്ത് കയറി അതിനെ കൊല്ലാൻ കഴിയുന്ന ബാക്ടീരിയയാണ്. അതുകൊണ്ടാണ് ഗംഗാജലം ഒരു കാലത്തും കേടുവരാത്തത്. അപ്പോൾ ആ ഗംഗയുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ സ്വാഭാവികം ഗംഗ തന്നെയാണ്. അതല്ലെങ്കിലും എല്ലാ പുഴയും അമ്മയാണ്. ലോകത്ത് ഏത് സംസ്കാരം വേണമെങ്കിൽ എടുത്തോളൂ, നദീതടത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പുഴയുടെ തീരത്താണ് ഏതൊരു സംസ്കാരവും ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നദിയെ നമ്മൾ ഒരു സംസ്കാരം നമുക്ക് ആരെ പഠിപ്പിച്ചു തരുന്നത്? ഒരു സംസ്കാരം നമുക്ക് പകർന്നു തരുന്ന ആരാണ്? അമ്മയാണ്. അപ്പോൾ പിന്നെ ആ നദി നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ നമ്മൾ വൃത്തികേടാക്കരുത്. അമ്മയെ നമ്മൾ വാരി പുണരുക എന്ന് പറയുന്നത് കുളിക്കലാണ്. അമ്മയെ തിരിഞ്ഞു നോക്കാതെ മക്കളെല്ലാവരും മാറിപ്പോകുമ്പോഴാണ് അമ്മയും ചലനമറ്റ് ഉറവ് പറ്റി ഇങ്ങനെ ആവുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം പുഴയിൽ കുളിക്കാൻ തീരുമാനിക്കണം, പുഴയിലൂടെ നടക്കാൻ തീരുമാനിക്കണം. അപ്പോൾ പുഴയ്ക്കും തോന്നും എനിക്ക് ഒന്നുകൂടി തെളിഞ്ഞു നിന്നാൽ കൊള്ളാം, എനിക്കൊന്നുകൂടി അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടതുണ്ട്. പലരും എന്നെ കാണാൻ വരും. നമ്മളങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഒരു മിനിറ്റ് പറഞ്ഞ് മുഖമൊക്കെ തുറച്ചു വരില്ലേ? അതുപോലെ പുഴയെ നമ്മൾ അങ്ങോട്ടും ചെല്ലണം, അപ്പോഴേ പുഴ തിരിച്ചു വരുള്ളൂ. ഇതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ നീളാ സ്നാനം അതിന് മാത്രത്തോളം പ്രാധാന്യമുള്ളത്? കാരണം കുംഭമേളയ്ക്കൊക്കെ എല്ലാവരും പോകുന്നത് സ്നാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണമായും. ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നിളയെ സംബന്ധിച്ചിടത്തോളം നിളയിൽ സ്നാനം ചെയ്യുന്നത് കൊണ്ട് ഒരു ഭക്തനുണ്ടാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവിടുത്തെ മേൽശാന്തി നമ്മുടെ മേലേക്ക് വെള്ളം ജപിച്ച വെള്ളമല്ല കളിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ മുഴുവൻ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് വെള്ളം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ച വെള്ളത്തിൻ്റെ മോളിക്കുലർ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. അത് നൃത്തം ചെയ്യാൻ തുടങ്ങും. അതേസമയം നമ്മൾ തമ്മിൽ കലഹമാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഏതൊരു മാറ്റത്തിനെയും ആദ്യം സ്വീകരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടെ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ജ്യോതിർഗോളങ്ങളുടെ പ്രത്യേക അവസ്ഥ കൊണ്ട് ഒരു വല്ലാത്ത പ്രഭാവം ഈ പ്രദേശത്തുണ്ടെങ്കിൽ അത് ഏറ്റവും അധികം സ്വീകരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ അതിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ഈ പുഴയ്ക്കൊപ്പം നമ്മുടെ ശരീരത്തിലെ നാഡി, സിര തുടങ്ങിയ പുഴകളുടെയും ഒഴുക്ക് കൃത്യമായാൽ ആ പുണ്യം നമ്മളിലേക്ക് എത്തി, ആ പ്രഭാവം നമ്മളിലേക്ക് എത്തി. ഇനി ഇതിലൊരു ചാപ്റ്റർ ഉണ്ട്, യാഗം മഹാമാഘം എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്ററിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? യാഗം ബ്രഹ്മാവ് നടത്തിയുള്ള യാഗം ഇവിടെ ഇങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്, അത് പിന്നെ മഹാമാഘമായി മാറിയത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് ശേഷം പിന്നെ ബൃഹസ്പതി അധ്യക്ഷനായി, അതിനുശേഷം ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം ദേവതുല്യരായ പെരുമാക്കമ്മ വന്നപ്പോൾ അവർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. പിന്നെ അവസാനത്തെ പെരുമാൾ പോയതിനു ശേഷം കൊച്ചി രാജാവിന് വന്നെങ്കിൽ പോലും അദ്ദേഹം അത് തിരുനാവായ വെള്ളാട്ടിരിയെ ഏൽപ്പിച്ചു. അതിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി സാമൂതിരി വന്നു. അതുവരെ അത് സാംസ്കാരിക ഉത്സവമാണ്. അവിടുന്ന് തൊട്ട് മാത്രമാണ് അത് യുദ്ധം. പക്ഷെ അത് യുദ്ധം മാത്രമാണെന്ന് പറയാനാണ് ഇവിടുത്തെ ചരിത്രകാരന്മാർക്ക് താല്പര്യം. ഈ തിരുമാന്താംകുന്നിൽ അമ്മയുടെ അരുളപ്പാടിനെ കുറിച്ചിട്ട് കൂടി. തിരുമാന്താംകുന്നിൽ അമ്മയെ ഉപാസിച്ച് ഭജനയിരുന്ന് വേഷം മാറിയിട്ട് സാമൂതിരി വന്നിട്ട് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചവട്ടം തിരുവളയനാടെന്ന് പറഞ്ഞല്ലോ. യുദ്ധത്തിൽ തോറ്റപ്പോൾ വള്ളുവക്കോനാതിരിക്കുന്നൊന്നും വിഷയമല്ല, എല്ലാ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അമ്മ തോൽക്കാൻ പറഞ്ഞാൽ തോൽക്കും, അമ്മ ജയിക്കാൻ പറഞ്ഞാൽ ജയിക്കും, യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിതൊന്നൊരു വിഷയമല്ല, സ്ഥാനം എനിക്ക് ആഗ്രഹമേ ഇല്ല, ഇത് തന്നെ കൊച്ചി രാജാവ് തന്നതുമാണ്, അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ പറഞ്ഞപ്പോൾ ഒരു തവണ ഒഴിഞ്ഞു കൊടുത്തതുമാണ്. ഞാൻ അമ്മയോട് തന്നെ ചോദിക്കാമെന്ന് അവിടെ ചെന്ന് ചോദിച്ചു. അമ്മയെ, യുദ്ധത്തിൽ ഞാൻ തോറ്റിരിക്കുന്നു, ഇനി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ യുദ്ധം ചെയ്യുക, ഈ ധാർമ്മികത ഒരു നാൾ തിരിച്ചു വരും. അവിടെ നിന്നാണ് അദ്ദേഹം മാമാങ്കത്തിന് ചാവേറിനെ വിട്ടത്, അല്ലാതെ ആൾക്കാരെ കൊല്ലാൻ വിട്ടതല്ലാതെ. കാരണം അമ്മ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ യുദ്ധം. ആ യുദ്ധം പിന്നീട് തുടർന്ന് വന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാർ അത് നിരോധിച്ചു. 271 കൊല്ലം മുമ്പ് നിരോധിച്ചു. ഇന്ന് പക്ഷേ ആ ധാർമ്മിക യുദ്ധം തിരിച്ചു വരികയാണ്. അത് നടത്താൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും ഒഴുകി വന്നിട്ടുമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, ഈ മാമാങ്കങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തപ്പെട്ടിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് മാമാങ്കങ്ങളെ സ്മാരകങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ആരായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാകുക? അത് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമില്ലേ, ഇത് ഓരോരുത്തരും ചോദിക്കണം. അതായത് നിലപാട് തറയാണ് ഇത് എന്ന് തീരുമാനിച്ചത് ആരാണ്, ഏത് പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിവരാവകാശ നിയമപ്രകാരം ഈ നാട്ടിലെ ആൾക്കാർ ഓരോരുത്തരും ചോദിക്കൂ, ആർക്കിയോളജിയോട് ചോദിക്കൂ. അപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല, ഒരു സംശയം വേണ്ട.
കാരണം മുനിയറ എന്ന് പറയുന്ന ഇവിടെ താപസനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്, താപസനൂരാണ് തവനൂരാവുന്നത്. സപ്തർഷികളും നവയോഗികളും തപസ് ചെയ്ത സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ മുനിയറകൾ ഉണ്ടാവും. ആ മുനിയറയാണ് ഇവർ മരുന്നറയാക്കി മാറ്റിയിരിക്കുന്നത്. ആ മരുന്നറയിൽ എഴുതി വെച്ചിരിക്കുന്ന 2-3 ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഓപ്ഷനാണ് മാമാങ്കത്തിന് വേണ്ട വെടിമരുന്ന് സൂക്ഷിച്ച അറയുമാകാം. വെടിവെച്ച് കൊല്ലാവുന്ന ഒരു സാധനമായിരുന്നു മാമാങ്കമെങ്കിൽ എന്തിനത്രയും പേര് വെട്ടിച്ചത്തത്? അതാണ് നമ്മുടെ യുക്തി. അത് നമ്മൾ ചോദിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ വെടിമരുന്ന് ശാല എല്ലാം ഉറപ്പാണ്. പിന്നെ ഇവിടെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതുവരെ ഏറ്റി ആ കുന്നിൻ്റെ മുകളിലേക്ക് ഒരാളെ കൊണ്ടുപോകണമെങ്കിലുള്ള പാടെന്താണ്? ഇനി മരുന്നെടുക്കാനാണെങ്കിൽ അതുവരെ പോകേണ്ട ആവശ്യം ഇവിടെ വേണമെങ്കിൽ വെച്ചാൽ പോരെ. അപ്പോൾ അത് മുനിയറയാണ്. കണ്ടാൽ മനസ്സിലാവും മുനിയറയാണ്, മരുന്നറയല്ല. അടുത്തത് നിലപാട് തറ. നിലപാട് തറ ഒരു സംശയം വേണ്ട, കൊടക്കൽ തളി ക്ഷേത്രമാണ്. അവിടെ ചെന്നാൽ അവിടെ കാണാം നമുക്ക് ശിവലിംഗം, യോനി പ്രതിഷ്ഠയാണത്. അതിനെ നിലപാട് തറയാക്കി ഒരു ബോർഡും വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും അന്വേഷിച്ച് പോകില്ല എന്നതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിന് ആർക്കിയോളജി അറിഞ്ഞിട്ടും അറിയാണ്ട് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഇത് ചോദിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിങ്ങൾ തീരുമാനിച്ചത്? പഴുക്കാമണ്ഡപം, നവമൂന്നിന് മുമ്പിലെ പഴുക്കാമണ്ഡപം, പെരുന്തച്ഛനാണ് അത് പണിത് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ ബോർഡ് അവിടെ ഇല്ല. കാരണം പെരുന്തച്ഛനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടോ അതിന് മുഴുവൻ ഡ്രിൽ ചെയ്ത് പെര വെച്ച് എല്ലാം നശിപ്പിച്ചു. കോണിയൊക്കെ ഡ്രിൽ ചെയ്ത് കൊടുക്കാൻ എല്ലാ ഭംഗിയും കളഞ്ഞു. പിന്നെ ഒരു ക്ഷേത്രത്തിൽ പഴുക്കാമണ്ഡപം എങ്ങനെയാണ് വരിക? സാധാരണ ക്ഷേത്ര സംവിധാനത്തിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഉത്സവ സമയത്ത് ദേവൻ എഴുന്നള്ളിയിരിക്കുന്ന സ്ഥലമാണ് പഴുക്കാമണ്ഡപം. അല്ലാണ്ട് മാമംഗത്തിന് സാമൂതിരി ഇരിക്കാനുള്ള സ്ഥലമല്ല അത്. അത് മുഴുവൻ എഴുതി വെച്ച അബദ്ധങ്ങളാണ്. അപ്പോൾ ഇത് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഇത് എന്ത് ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനമെടുത്തതെന്ന് ചോദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ ഈ തിരുനാവായയിൽ ചുറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് കൃത്യമായി ഇതിന് ചരിത്രത്തെ കാണിച്ചു തരുന്നതാണെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനത്തെ ചില പേരുകൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? ഇവിടെ ചൊടലപ്പറമ്പുണ്ട്, വാവൂര് കുന്ന് എന്നിട്ട് പറഞ്ഞ സ്ഥലമുണ്ട്. ആ കുന്നിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വാവുബലി ഇടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്താ കാരണം? ആർക്കും അറിയില്ല. അമ്പലപ്പറമ്പുണ്ട്, അമ്പലമില്ല. അമ്പലപ്പറമ്പുണ്ട്, ഒരാളുമുണ്ട്. അപ്പോൾ അമ്പലം അവിടെ പോയി. ഓരോ സ്ഥലത്തിൻ്റെ പേരിൻ്റെ പുറകിലും ചരിത്രം അന്വേഷിച്ച് പോയാൽ തകർക്കപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പുറത്തു വരും. അതൊന്ന്. 2, വീരരാജൻ ചിറ എന്ന് പറഞ്ഞിട്ട് ചിറയുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അതായത് മാമാങ്കത്തിൽ വരുന്ന പടയാളികൾക്ക് കുളിക്കാൻ വേണ്ടി രാജാവ് പണിത് കൊടുത്ത സ്ഥലമാണ് വീരരാജൻ ചിറ. അത് ഇന്ന് അറിയപ്പെടുന്നത് ബീരാഞ്ചിറ എന്നാണ്. വീരരാജൻ ചിറ, വീരരായഞ്ചിറയായി, വീരാഞ്ചിറയായി, അത് കഴിഞ്ഞപ്പോൾ ബീരാഞ്ചിറയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പേരുകളും അട്ടിമറിച്ചിട്ടുണ്ട്, ഓരോ സ്മാരകങ്ങളും അട്ടിമറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ആരെങ്കിലും കാശ് കൊടുത്ത് എഴുതുന്ന ചരിത്രകാരന്മാരെ അവിടെ ഉള്ളത്. അതുകൊണ്ട് കൃത്യമായ ചരിത്രം പുറത്തു വരണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കണം സത്യം അന്വേഷിച്ച്. എന്തായാലും ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു നിവാരണം തന്നെയായിരിക്കും. അല്ല, ഇത് വിത്താണ്, ഇതതിൻ്റെ ഉത്തരമല്ല. എൻ്റെ ലോജിക്കിൽ ഇവിടെ പ്രശ്നമുണ്ട്, എൻ്റെ ലോജിക്കിൽ ഇവിടെ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് തിരുനാവാമൂന്നിൻ്റെ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മി 2 കൈ കൊണ്ടും അനുഗ്രഹിച്ചിരുന്ന രൂപത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കഥ പറയുന്നത് ശങ്കരാചാര്യർ ഈ സാളഗ്രാമങ്ങൾ വീണ ഭൂമി ആയതുകൊണ്ട് ചവിട്ടി നടക്കാൻ മടി കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ നമ്പൂതിരിമാർ പരിഹസിച്ച് ചിരിച്ചപ്പോൾ നിങ്ങളുടെ ഐശ്വര്യം കൊണ്ടല്ലേ ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഒരു കൈ അടിച്ച് താഴ്ത്തിയതാണ്. ഒരിക്കലും ശങ്കരാചാര്യ ചെയ്യില്ല, ഒരു സംശയം വേണ്ട. നമ്പൂതിരിമാർ ശങ്കരാചാര്യ പരിഹസിക്കില്ല. ശങ്കരാചാര്യർക്ക് സാളഗ്രാമം ഇവിടേക്കാണെന്ന് പറയാം. ഏത് നദിയിൽ നിന്ന് മുങ്ങിയിട്ട് വിഗ്രഹം എടുത്ത ആളാണ് ശങ്കരാചാര്യർ. അപ്പോൾ സാളഗ്രാമം എവിടെ നടക്കണമെന്ന് വെച്ചാൽ അത് കവച്ച് വെച്ച് പോകാനൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ലോജിക്കെല്ലാം നമ്മൾ മറന്നിട്ട് നമ്മൾ ഈ കഥയങ്ങ് സ്വീകരിച്ചു. സത്യത്തിൽ ഇത് ഹൈദരാലി കൈ വെട്ടി മുറിച്ചതാണ്. നവമൂന്നിന് വെട്ടി, പക്ഷെ അത് എന്ത് വിഗ്രഹമാണെന്ന് മനസ്സിലായില്ല. ലോഹം വിൽക്കാൻ പറ്റില്ല എന്ന് കണ്ട് ഉപേക്ഷിച്ചു. ഇത് കൊച്ചിയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു, ഒരു കൈ ഓടിച്ചു. ഇത് വെള്ളയിൽ നമ്പൂതിരിയും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും കൂടി കാശ് കൊടുത്ത് തിരിച്ച് വാങ്ങിക്കൊടുന്ന് പ്രതിഷ്ഠിച്ചാണ്. കൈ റിപ്പയർ ചെയ്ത് വെച്ചതാണ്. അങ്ങനെയാണ്, ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത കൈ ആയതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. പക്ഷെ നമ്മളെ ഒരു കഥ കൊണ്ട് കബളിപ്പിച്ച് ശങ്കരാചാര്യരുടെ തലയ്ക്ക് കിരീടം വെച്ചു കൊടുത്ത് രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് നടക്കാൻ ഹിന്ദുക്കൾക്ക് റെഡിയാണ്. കാരണം കഥ കിട്ടിയ സന്തോഷമാണ്. ഇതിൻ്റെ ലോജിക്കാണ്. ലക്ഷ്മി അങ്ങനെ ചെയ്യുമോ? ഇനി അവിടുത്തെ അടയാളങ്ങളെല്ലാം നശിപ്പിച്ചല്ലോ. ആ സാളഗ്രാമം അപ്രത്യക്ഷമായി എന്ന് പറയുന്നൊരു ദ്വാരം അവിടെ ഉണ്ടായിരുന്നു ശ്രീകോവിലിൻ്റെ പുറകിൽ. ഇന്ന് ആ ദ്വാരം ഇല്ല എന്നാണ് പറയുന്നത്. ഗണപതിയുടെ തൊട്ടുപുറത്ത് ഒരു ഇളകിയ കല്ലുണ്ടായിരുന്നു. പാതാളത്തിലേക്കുള്ള വഴിയായിരുന്നു എന്നും നവയോഗികൾ എന്നും വന്ന് സന്ദർശനം നടത്തി പോയിരുന്നു എന്നാണ് പറയുന്നത്. ആ കല്ല് ഇളക്കി മാറ്റിയിട്ട് ഉറപ്പിച്ചു. പുതിയ ക്ഷേത്ര പുനരുദ്ധാരണം എന്നാണ് അതിൻ്റെ പേര്. അട്ടിമറിക്ക് പുതിയ പേര് ക്ഷേത്ര പുനരുദ്ധാരണം എന്നാണ്. എന്തിനാണ് കല്ല് മാറ്റുന്നത്? മരം ചെതൽ പിടിച്ചാൽ മാറ്റാം. ചുമരിൽ എന്തെങ്കിലും കയറണമെങ്കിൽ കുമ്മായം പൂശാം. കരിങ്കല്ല് എന്തിനാണ് മാറ്റുന്നത്? അതായത് കാലൻ്റെ ഒലക്കയുടെ പാടും കാലൻ്റെ പോത്തിൻ്റെ കുളമ്പിൻ്റെ പാടും പതിഞ്ഞ കല്ലുകളാണ് പുഴയ്ക്ക് മാറ്റിയിരിക്കുന്നത്. എവിടെയാണ് കല്ലുകൾ? ബാക്കി ആ കല്ല് എവിടെയെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അതായത് ഫോറിൻ മാർക്കറ്റിൽ ഇത്തരം അപൂർവമായ വസ്തുക്കൾക്ക് പൊന്നും വിലയാണ്. അപ്പോൾ അത് എവിടേക്ക് പോയി? അപ്പോൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണം ആരാണ് ചെയ്യുന്നത്? ആരാണ് ഫണ്ട് ചെയ്യുന്നത്? എത്ര കോടി കൊടുത്താലും കുഴപ്പമില്ല, അതിൻ്റെ എത്ര 10 ഇരട്ടി തിരിച്ചു പിടിക്കാൻ കഴിയുന്നവരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് ഓരോ ഹിന്ദുവും, ഓരോ സനാതനയും, ഓരോ ക്ഷേത്രവിശ്വാസിയും കണ്ണ് തുറന്ന് പഞ്ചേന്ദ്രിയങ്ങളും തുറന്ന് ജാഗരൂകമായി ഇരുന്നില്ലെങ്കിൽ ഹിന്ദു നാമധാരികളായ ആൾക്കാർ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് മുഴുവൻ ഇനിയും അട്ടിമറിക്കപ്പെടും.
എന്തായാലും ഒരുപാട് നന്ദി, ഇത്രയും നല്ലൊരു പുസ്തകം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞത് ഇതൊരു വിത്താണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ ഓരോരുത്തരും അന്വേഷിക്കുക, ഇതിൻ്റെ അപ്പുറത്തെ അന്വേഷണത്തിലേക്ക് പോവുക. ഞാൻ അന്വേഷണം പൂർണ്ണമാക്കിയില്ല, എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, അത് ഒരു കാരണവശാലും അങ്ങനെ ആവാൻ സാധ്യതയില്ല, എൻ്റെ യുക്തി അനുസരിച്ച് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാവരും തുടർ അന്വേഷണത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. നന്ദി.